Hey all, നമ്മൾ ടാർഗറ്റ് ഡെന്റൽ സർജൻ എന്ന് പറയുന്ന കോഴ്സ് തുടങ്ങിയിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ്റെ അനാറ്റമി ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആ വീഡിയോ കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദി ഫിസിയോളജി പാർട്ടാണ്. ഓക്കെ, നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഫിസിയോളജി പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ. അതിന് മുന്നേ മറ്റേ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചെന്ന് ആ വീഡിയോ കണ്ടിട്ട് വരിക. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഫിസിയോളജിയാണ് പ്രീവിയസ് ഇയറിന് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിസിയോളജിയിൽ നിന്ന് ആദ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിസിയോളജിയിൽ നിന്ന് ആദ്യം ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി ഓഫ് എ ലങ് ഈസ് കാൽക്കുലേറ്റഡ് ആസ്. അപ്പോൾ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ ഓപ്ഷൻസിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം പ്ലസ് ടൈഡൽ വോള്യൂം, എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം പ്ലസ് റെസിഡുവൽ വോള്യൂം, എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം പ്ലസ് ടൈഡൽ വോള്യൂം ആൻഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം പ്ലസ് ടൈഡൽ വോള്യൂം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം. സോ അപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് എന്താണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി, അതാണ് ക്വസ്റ്റ്യൻ. സോ അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതായത് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം ERV പ്ലസ് റെസിഡുവൽ വോള്യൂം. ഓക്കെ, സോ അപ്പോൾ FRC ഈസ് ഈക്വൽ ടു ERV പ്ലസ് RV റെസിഡുവൽ വോള്യൂം. അതാണ് അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്താണ് ഈ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്നുള്ളത് അറിയുന്നതിന് മുന്നേ നമുക്ക് എന്ത് പഠിക്കണം, എന്താണ് ദിസ് എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം, വാട്ട് ഈസ് ദിസ് എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം ആൻഡ് വാട്ട് ഈസ് ദ റെസിഡുവൽ വോള്യൂം എന്നുള്ളത് നമ്മൾ അറിയണം അല്ലേ. സോ അപ്പോൾ അതിലേക്ക് നമുക്ക് പോയിട്ട് എന്താണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ഇതാണ് ലങ് വോള്യൂംസ് ആൻഡ് കപ്പാസിറ്റിയുടെ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേറ്ററി സൈക്കിൾ ദ എമൗണ്ട് ഓഫ് എയർ വി ആർ ബ്രീതിങ് ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ, നോർമലി വി ആർ ടേക്കിംഗ് ഇൻ ആൻഡ് ഗിവിംഗ് ഔട്ട് എയർ അല്ലേ. സോ അപ്പോൾ നോർമൽ റെസ്പിറേറ്ററി സൈക്കിളിൻ്റെ സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന ദാറ്റ് എമൗണ്ട് ഓഫ് എയർ ഡ്യൂറിങ് 1 റെസ്പിറേറ്ററി സൈക്കിൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സോ ദാറ്റ് ഈസ് ടൈഡൽ വോള്യൂം. സോ ആ ഒരു എമൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും, ടൈഡൽ വോള്യൂം എന്ന് വിളിക്കും. സോ ടൈഡൽ വോള്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് എയർ വി ആർ ബ്രീതിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ലങ്സ് ഡ്യൂറിങ് 1 റെസ്പിറേറ്ററി സൈക്കിൾ. സോ അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോർമലി ഒരു ഇൻസ്പയർ ചെയ്യുന്നു, അതുപോലെ നോർമലി എക്സ്പയർ ചെയ്യുന്നു. സോ ഇപ്പോൾ നോർമലി നമ്മൾ ഇൻസ്പയർ ചെയ്താലും കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയറിനെ നമ്മുടെ ലങ്സിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ ദ എമൗണ്ട് ഓഫ് എയർ വിച്ച് can be taken in. So after normal inspiration the amount of air which can be inhaled, അതിനെയാണ് നമ്മൾ ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം എന്ന് പറയുക. നമ്മൾ നോർമലി നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഇതാണെങ്കിൽ സോ അത് കഴിഞ്ഞ് നമുക്ക് മാക്സിമം ഇതുവരെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം. ഓക്കെ, സോ ആഫ്റ്റർ ദി നോർമൽ ഇൻസ്പിറേഷൻ the maximum amount of air that can be inhaled, അതിനെയാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം എന്ന് പറയുക. സോ അതുപോലെ തന്നെ എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം എന്ന് പറയുമ്പോൾ ദിസ് എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നമ്മുടെ റെസ്പിറേറ്ററി പാറ്റേൺ വെച്ചിട്ട് നമുക്കൊരു എമൗണ്ട് ഓഫ് എയർ നമുക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എയർ ഫോഴ്സ്ഫുള്ളി നമുക്ക് എക്സ്പയർ ചെയ്ത് കളയാൻ പറ്റും അല്ലേ. സോ നോർമലി നമ്മൾ ഇത്രയും വിടുകയാണെങ്കിൽ സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് കുറച്ച് എമൗണ്ട് ഓഫ് എയർ വി ക്യാൻ എക്സ്പെൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം എന്ന് പറയുന്നത്. സോ ദ എമൗണ്ട് ഓഫ് എയർ വിച്ച് ഇസ് എക്സ്പെൽഡ് അല്ലെങ്കിൽ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ഹെയിൽ ചെയ്യുന്ന ദാറ്റ് എമൗണ്ട് ഓഫ് എയർ ഈസ് കോൾഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം. ഓക്കെ, സോ ടൈഡൽ വോള്യൂം എന്ന് പറയുമ്പോൾ നോർമൽ റെസ്പിറേറ്ററി സൈക്കിളിൻ്റെ സമയത്ത് എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ലങ്സ്, അതിനെയാണ് നമ്മൾ ടൈഡൽ വോള്യൂം എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം ആണ്. സോ ആ ഒരു നോർമൽ ഇൻസ്പിറേഷൻ കഴിഞ്ഞ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് വിത്തിൻ ദി ലങ്സ് ഈസ് കോൾഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം. സോ അതുപോലെ നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ഈസ് ഫോഴ്സ്ഫുള്ളി എക്സ്പെൽഡ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം എന്ന് വിളിക്കുക. സോ അങ്ങനെ നമ്മൾ എത്ര ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പെയിൽ ചെയ്താലും അല്ലെങ്കിൽ എക്സ്പയർ ചെയ്താലും there will be certain volume of air that is remaining in the lungs. ഓക്കെ, നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്താലും അവിടെ എന്തുണ്ടാവും, ഒരു സർട്ടൺ വോള്യൂം ഓഫ് എയർ വിച്ച് വിൽ ബി സ്റ്റാഗ്നന്റ് ഇൻസൈഡ് ദി ലങ്സ്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് റെസിഡുവൽ വോള്യൂം.
ഓക്കെ, സോ അപ്പോൾ അതാണ് റെസിഡുവൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. സോ അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി ഇൻസ്പയർ ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു നോർമൽ ഇൻസ്പിറേഷൻ സമയത്ത് നമ്മുടെ ലങ്സിലേക്ക് കയറി പോകുന്ന ദാറ്റ് എമൗണ്ട് ഓഫ് എയർ, ദാറ്റ് മീൻസ് ടൈഡൽ വോളിയം അല്ലേ. സോ ടൈഡൽ വോളിയം പ്ലസ് maximum amount of air that can be inhaled. So tidal volume plus inspiratory reserve volume makes the inspiratory capacity. Okay, so tidal volume plus inspiratory reserve volume makes the inspiratory capacity. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി ആണ്. അപ്പോൾ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ the amount of air that can be expelled after normal expiration. So അപ്പോൾ നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാക്സിമം നമുക്ക് എത്ര ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്യാൻ പറ്റും, ദാറ്റ് മീൻസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ദ എമൗണ്ട് ഓഫ് എയർ വിച്ച് ഇസ് റെസിഡുവൽ ദെയർ, ദ റെസിഡുവൽ വോളിയം ഓഫ് എയർ. രണ്ടും കൂടി ചേരുമ്പോഴാണ് ദ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിഡുവൽ വോളിയം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണെങ്കിൽ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്നുള്ളത് ഓർക്കുക കേട്ടോ. സോ ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ദ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി ഓഫ് ദ ലങ് എന്ന് പറയുമ്പോൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിഡുവൽ വോളിയം ആണ്. ഓക്കെ, സോ ഇപ്പോൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം എന്ന് പറയുമ്പോൾ എന്താണിത്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം, അതെന്താണ്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണ് അല്ലേ. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം വരുമ്പോഴത്തേക്ക് ദാറ്റ് ഇസ് കോൾഡ് എന്താ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ആൻഡ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിഡുവൽ വോളിയം വരുമ്പോൾ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി ആണ്. ദെൻ എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം, അങ്ങനെ ഒരു ഇത് നമുക്ക് വരുന്നില്ല. സോ എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വൈറ്റൽ കപ്പാസിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം, പിന്നെ അതിൻ്റെ കൂടെ റെസിഡുവൽ വോളിയം കൂടി ചേരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതിനെ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് വിളിക്കാം. എല്ലാം കൂടി ചേർത്ത് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫിസിയോളജിന്ന്, റെനിൻ ഈസ് സെക്രീറ്റഡ് ഫ്രം. റെനിൻ എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? മാക്യുലാർ ഡെൻസ സെൽസ് ആണോ, എക്സ്ട്രാ ഗ്ലമറുലാർ സെൽസ് ആണോ, ലാസിസ് സെൽസ് ആണോ, അതോ മെസാൻജിയൽ സെൽസ് ആണോ? സോ അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ അറിയാൻ പറ്റും അല്ലേ. റെനിൻ ഈസ് സെക്രീറ്റഡ് ഫ്രം ദി ജെക്സ്ട്രാ ഗ്ലമറുലാർ സെൽസ്. അപ്പോൾ നമുക്കറിയാം ജെക്സ്ട്രാ ഗ്ലമറുലാർ അപ്പാരറ്റസ് അറിയാം. സോ അപ്പോൾ അതിൽ വരുന്ന ആ ഒരു എക്സ്ട്രാ ഗ്ലമറുലാർ അപ്പാരറ്റസ് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം there are a group of cells which are nearer to the afferent arteriole. So you can see ഇവിടെ. So you can see here. So this is the afferent arteriole and this is the efferent arteriole. So അപ്പോൾ ആ ഒരു afferent arteriole ന്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ അലോങ് ദി അഫറന്റ് ആർട്ടീരിയോൾ വരുന്ന സെൽസ്, ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജെക്സ്ട്രാ ഗ്ലമറുലാർ സെൽസ് എന്ന് വിളിക്കുന്നത്. സോ ബിറ്റ്വീൻ അഫറന്റ് ആൻഡ് ഡിഫറന്റ് ആർട്ടീരിയോൾ ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മാക്യുലാർ ഡെൻസ. ഓക്കെ, സോ അപ്പോൾ അഫറന്റ് ആൻഡ് ഡിഫറന്റ് ആർട്ടീരിയോൾസിന്റെ ഇടയ്ക്ക് വരുന്നതാണ് മാക്യുലാർ ഡെൻസ. ആൻഡ് അഫറന്റ് ആർട്ടീരിയോളിന്റെ നിയർ ആയിട്ട് വരുന്ന സെൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ജെക്സ്ട്രാ ഗ്ലമറുലാർ സെൽസ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ജെക്സ്ട്രാ ഗ്ലമറുലാർ സെൽസ് ആണ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദി സെക്രീഷൻ ഓഫ് റെനിൻ. റെനിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ബോഡിയുടെ വാട്ടർ ബാലൻസ്, അതുപോലെ സോൾട്ട്, ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് BP, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മെയിൻ ഫംഗ്ഷൻ ആർക്കുണ്ട്? റെനിനുണ്ട്. സോ അതിനെ നമ്മൾ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റെറോൺ മെക്കാനിസം എന്നൊക്കെ വിളിക്കും. ഓക്കെ, സോ അപ്പോൾ ആ ഒരു റെനിൻ്റെ റോൾ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ദേ ആർ സെക്രീറ്റിംഗ് റെനിൻ. This renin is secreted from the juxtaglomerular apparatus and it is maintaining the blood pressure there. And our juxtaglomerular cells എവിടെയാണ് ഉള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ nearer to the afferent arterioles എന്നുള്ളത് ഓർക്കുക കേട്ടോ. So the third question here എന്ന് ചോദിക്കുകയാണെങ്കിൽ QRS complex is an ECG represents QRS complex in an ECG represents which of the following? Ventricular depolarization ആണോ, atrial depolarization ആണോ, ventricular repolarization ആണോ, atrial depolarization plus AV nodal delay ആണോ? So which of the following is represented by the QRS complex wave? So we know എന്താണ് ventricular depolarization. So അതിന് മുന്നേ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ECG ഒരു ഐഡിയ നോക്കിയിട്ട് വരാം. ഓക്കെ, so here you can see നമുക്ക് ആകെ 5 waves are there in the ECG: P, Q, R, S and T. So P, Q,
RST. ഇത്രയാണ് നമ്മുടെ ECGയിൽ വരുന്ന വേവ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വേവ് നമുക്ക് P എന്ന് എടുക്കാം, P സെപ്പറേറ്റ് എടുക്കാം. നെക്സ്റ്റ് വരുന്നതിന് നമ്മൾ കളക്റ്റീവായിട്ട് QRS കോംപ്ലക്സ് എന്ന് വിളിക്കും ആൻഡ് T വേവ്. സോ അപ്പോൾ P ഒറ്റ ഇതായിട്ട് എടുക്കുക, QRS കോംപ്ലക്സ് ടുഗദർ ആൻഡ് T വേവ് ടുഗദർ. സോ അപ്പോൾ ഈ P വേവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ എന്താ പറയുക. സോ അപ്പോൾ ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ ഓഫ് ദി ഹാർട്ട് മസിൽസ് ആണ്. റീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകുന്ന അതിനെയാണ് റീപോളറൈസേഷൻ. എന്ത് ജസ്റ്റ് ഒരു സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. സോ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. സോ അപ്പോൾ എക്സൈറ്റ് ആകുമ്പോഴാണ് ഹാർട്ട് മസിൽസ് എന്ത് ചെയ്യുക, കൺട്രാക്ട് ചെയ്യുന്നത് അല്ലേ. സോ അപ്പോൾ ഡ്യൂറിങ് ഡീപോളറൈസേഷൻ ആണ് ഹാർട്ട് മസിൽസ് കൺട്രാക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് സിസ്റ്റോൾസ് ഹാപ്പൻസ് അല്ലേ. സോ അപ്പോൾ ആദ്യം എവിടേക്കാണ് ബ്ലഡ് വരുന്നത്, നമ്മുടെ ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിലേക്കാണ് വരുന്നത്. സോ അപ്പോൾ ഏട്രിയത്തിലേക്കാണ് ആദ്യം ബ്ലഡ് വരുന്നത്. നെക്സ്റ്റ് ദാറ്റ് ഈസ് മൂവിങ് ഓൺ ടു ദി വെൻട്രിക്കിൾസ് ദാറ്റ് വി നോ. സോ അപ്പോൾ ഈ ഏട്രിയത്തിലേക്ക് വരുന്ന ബ്ലഡ് ഏട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ വെൻട്രിക്കിൾസിലേക്ക് പോകുന്നു. സോ അപ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഏട്രിയൽ കൺട്രാക്ചർ അല്ലെങ്കിൽ ഏട്രിയൽ സിസ്റ്റോൾ ആണെന്ന് ഓർക്കുക. സോ അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു ബ്ലഡ് എന്തിലേക്ക് എവിടേക്ക് പോകുന്നു, വെൻട്രിക്കിൾസിലേക്ക് പോകുന്നു. ദെൻ വെൻട്രിക്കിൾസ് ആർ കൺട്രാക്ടിങ്. പിന്നെ അവിടുന്ന് blood vessels through aorta and pulmonary trunk it is going out. So അപ്പോൾ ഇതാണ് ബേസിക് ഔട്ട്ലൈൻ ഓഫ് ദി ഹാർട്ട്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ ആദ്യം സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഏട്രിയൽ സിസ്റ്റോൾ ആണ്. സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, എക്സൈറ്റേഷൻ നടക്കുമ്പോഴാണ് വരിക. സോ അപ്പോൾ ഡീപോളറൈസേഷൻ ആണ്. സോ അപ്പോൾ ഫസ്റ്റ് ഹാപ്പനിങ് എന്ന് പറയുന്നത് ഏട്രിയൽ സിസ്റ്റോൾ വിച്ച് മീൻസ് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ എന്നുള്ളത് ഓർക്കുക. സോ അപ്പോൾ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ നടക്കുമ്പോൾ വരുന്ന വേവ് ആണ് P വേവ്. സോ അപ്പോൾ ഫസ്റ്റ് നടക്കുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്നുള്ളത് ഓർക്കാം. സോ അങ്ങനെ ഏട്രിയ ഡീപോളറൈസ് ചെയ്തു, സിസ്റ്റോൾ നടന്നു. സോ അങ്ങനെ ഏട്രിയയിലുള്ള ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് വരികയാണ്. സോ അപ്പോൾ ദെൻ വെൻട്രിക്കിൾസ് ഹാവ് ടു കൺട്രാക്ട്. സോ അപ്പോൾ നെക്സ്റ്റ് സംഭവിക്കുന്നത് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ആണെന്നുള്ളത് ഓർക്കുക. സോ അപ്പോൾ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. സോ അപ്പോൾ വെൻട്രിക്കിൾസ് എന്ത് ചെയ്യുന്നു, ഡീപോളറൈസ് ചെയ്യുന്നു. സോ അപ്പോൾ QRS കോംപ്ലക്സ് വരുന്നത് എവിടെയാണ്, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ എന്നുള്ളത് ഓർക്കുക. ഓക്കെ. സോ അപ്പോൾ അങ്ങനെ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്തു, ബ്ലഡ് എല്ലാം പുറത്തേക്ക് പോയി. ദെൻ വെൻട്രിക്കിൾസ് ഹാവ് ടു റിലാക്സ്. സോ അപ്പോൾ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. അപ്പോൾ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ റിപ്രസെന്റ് ചെയ്യുന്നത് T വേവ് ആണ്. സോ അപ്പോൾ സിമ്പിളായിട്ട് ഓർക്കാനാണെങ്കിൽ ഫസ്റ്റ് ഏട്രിയൽ സിസ്റ്റോൾ ആണ്. So that means atrial depolarization. P wave indicates atrial depolarization. QRS complex indicates എന്താണ്, ventricular depolarization. Then next T wave indicates ventricular repolarization. So അപ്പോൾ ഇവിടെ 3 ഫാക്ടേഴ്സ് കവർ ആയി. നെക്സ്റ്റ് ഉള്ളത് ഏട്രിയൽ റീപോളറൈസേഷൻ ആണ്. അത് എവിടെ പോയി എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. സോ വേർ ഇറ്റ് വെന്റ്. സോ അപ്പോൾ അത് എവിടെയാണ് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത്. സോ അപ്പോൾ നമുക്ക് ഇവിടെ ഏട്രിയ കൺട്രാക്ട് ചെയ്ത പാടെ തന്നെ ബ്ലഡൊക്കെ വെൻട്രിക്കിൾസിലേക്ക് പോയി. സോ അപ്പോൾ വെൻട്രിക്കിൾസിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഇറ്റ് ഹാസ് ടു കൺട്രാക്ട്. സോ അപ്പോൾ വെൻട്രിക്കിൾസ് എന്ത് ചെയ്യില്ല, ഏട്രിയം റിലാക്സ് ചെയ്തിട്ട് ഞാൻ കൺട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ സിസ്റ്റോൾ നടക്കാം എന്ന് പറഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്യില്ല. ഏട്രിയം കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതിന് മുന്നേ, റിലാക്സ് ആയി തുടങ്ങുന്ന സമയത്തിനുള്ളിൽ തന്നെ വെൻട്രിക്കിൾസ് വിൽ കൺട്രാക്ട്. സോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏട്രിയൽ റീപോളറൈസേഷൻ കോയിൻസൈഡ്സ് വിത്ത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. സോ അതുകൊണ്ട് തന്നെ അതൊന്നും ഗ്രാഫിക്കലി അവിടെ റെക്കോർഡ് ആവില്ല. ഓക്കെ, സിംപ്ലി അതാണ് നമ്മൾ ഒരു ECG വേവ്സിൻ്റെ റിപ്രസെൻറ്റേഷൻ. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ചൗസ്റ്റക് സൈൻ ഈസ് seen in Cushing syndrome, Addison's disease, hyperthyroidism and hypoparathyroidism. ഓക്കെ, സോ ഹൈപ്പോപാരാതൈറോയിഡിസം ഇതിൽ ഏതാണ് ആൻസർ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്, ഹൈപ്പോപാരാതൈറോയിഡിസം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ചൗസ്റ്റക് സൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പോപാരാതൈറോയിഡിസം ആണ്. അപ്പോൾ ഈ ഹൈപ്പോപാരാതൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും പാരാത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസിയാണ്. സോ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് ഹോർമോൺ കോൾഡ് പാരാത് ഹോർമോൺ. സോ അപ്പോൾ ഈ പാരാത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി വരുന്ന കണ്ടീഷനാണ് ഹൈപ്പോപാരാതൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. ഈ പാരാത് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് പറയുകയാണെങ്കിൽ ബ്ലഡ് കാൽഷ്യം ലെവല് കൂട്ടുന്നതാണ്. ഓക്കെ, ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടുന്നതാണ് ആരുടെ ഫംഗ്ഷൻ, ദിസ് പാരാത് ഹോർമോണിന്റെ ഫംഗ്ഷൻ. അപ്പോൾ പാരാത് ഹോർമോണിന്റെ ലെവൽ കുറയുമ്പോൾ ബ്ലഡ് കാൽഷ്യം ലെവൽ ഒബ്വിയസ്ലി കുറയും, ഇറ്റ് വിൽ ബി ഫോളിങ്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കാരണം മസിൽ ട്വിച്ചിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ആർ ദയർ, ഹൈപ്പോകാൽസീമിയ റിസൾട്ട് ചെയ്യും. സോ അത് കാരണം മസിൽ ട്വിച്ചിങ്സ് വരാനുള്ള ചാൻസസ് ആർ ദയർ. സോ അപ്പോൾ അത് നമ്മൾ എലിസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയറിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഫേഷ്യൽ നെർവ്, പാരോട്ടിഡ് ഗ്ലാൻഡിന്റെ ആൻറ്റീരിയർ സർഫസിൻ്റെ അവിടെ നിന്നാണ് ഫേഷ്യൽ നെർവ് എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ചസ് ആയിട്ട് വരുന്നത്. സോ അപ്പോൾ ഇയറിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഫേഷ്യൽ നെർവിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് മസ്കുലർ ട്വിച്ചിങ്സ് വിൽ ഹാപ്പൻ. സോ അത് ഇൻഡിക്കേറ്റ്സ് ഹൈപ്പോകാൽസീമിയ ഡ്യൂ ടു ഹൈപ്പോപാരാതൈറോയിഡിസം ദാറ്റ് ഈസ് എലിസിറ്റഡ് ആസ് ചൗസ്റ്റക് സൈൻ. ക്ലിയർ? സോ അപ്പോൾ ഇതാണ് ചൗസ്റ്റക് സൈൻ്റെ ഒരു
ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഫിസിയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് 4 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ, പക്ഷേ ഒരുപാട് പോയിന്റ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റി, ഒരുപാട് എന്താണ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റി. സോ ഇൻ ദിസ് വേ ഇഫ് യു ആർ വർക്കിംഗ് ഔട്ട് എ ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. സീ യു.